നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സ്വതക്കത്തുള്ള ഉസ്താദ് എങ്ങനെ കൊണ്ടോട്ടിയിൽ വന്ന് സിയാറത്ത് ചെയ്തു? കൊണ്ടോട്ടിയിലെ കുബ്ബ സിയാറത്ത് ചെയ്തതോടെ സ്വതക്കത്തുള്ള ഉസ്താദ് ഷിയയായോ, ബോറയായോ? ബോറ മൗലവി അത് തൊയ്യറിനോട് എത്തിപ്പായതാട്ടോ, തൊയ്യർ ഉസ്താദിനോട്. ഷിയയായോ? എന്താ ആയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരമ്പരപ്പെടെത്തിയത് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അടുത്തത് കെ സ്വതക്കത്തുള്ള ഉസ്താദ്, മൂപ്പര് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പരമ്പര മുറിഞ്ഞോ? പിരിച്ചുവിട്ട് പൊയ്ക്കോളി, വല്ല പൂള കുത്താനും പൊയ്ക്കോളി എന്നതാ ഞങ്ങളോട് പറഞ്ഞേ. എന്ത് പരമ്പര ഞങ്ങൾക്കുള്ളത്? സ്വതക്കത്തുള്ള ഉസ്താദിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് പരമ്പര പറയാൻ കഴിയോ? പിന്നെ ഈ ഉസ്താദിനോട് അഭിനന്ദാലും തള്ളി നേരങ്ങൾ ഉന്നിയല്ലാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. ഞങ്ങളെ പരമ്പര ഇജിന്നല്ല, എന്നെ പോലത്തെ 1000 എണ്ണം ഒന്നാ പൊട്ടിക്കാൻ കഴിയില്ല. എൻ്റെ കൗലുകൊണ്ട് തന്നെ എന്നെ ഞങ്ങൾ ഓർക്കൂടാ. ഇജിബറ പറഞ്ഞിട്ടുണ്ട് വാക്യത്ത് അത് തെളിവിന് പറ്റൂല. അതിന് പല ഹ്തിമാലും ഉണ്ടാവും. അതോടുകൂടി എന്തായി? അത് പൊളിഞ്ഞു, ആ വാക്യത്ത് പൊളിഞ്ഞു. ഇവിടെ രേഖ ഉണ്ട്, ഞങ്ങളെ ഉലമാ കൊടുത്ത ഫത്വ. ആ ഫത്വക്കെതിരെ ഈ വാക്യത്ത് കൊടുന്നാൽ എൻ്റെ ക്ലിപ്പ് കൊണ്ട് തന്നെ ഞങ്ങളെ ഇല്ലാതാക്കും. മനസ്സിലായോ? എന്താ മനസ്സിലാക്കിയത്? ഈ പണ്ട് വാവികൾക്ക് മയ്യത്ത് നിസ്കാരത്തെ പറ്റി ഉണ്ടായ ചർച്ചയിൽ ഇജ് ആ വാക്കുമാരോടും ആ ഷാദിനോടും പറഞ്ഞ ഉസൂൽ എന്താടോ? ആ ഉസൂൽ ഇവർക്ക് വെക്കടോ? ഇവർക്കും പറ്റല്ലോ. വാവികൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് കിതാബിലൊക്കെ ഉണ്ട്, ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബാക്കവിൻ ഈ ഷാദിയൊക്കെ എന്ത് കൊടുന്നു? സംഭവങ്ങൾ, ചില സംഭവങ്ങൾ തെളിവിന് കൊടുന്നില്ലേ? ഇന്നാൾ മരിച്ചപ്പോൾ ഇന്നാൾ പോയിക്കണല്ലോ, ഇന്നാൾ മരിച്ചപ്പോൾ ഇന്നാൾ പോയിക്കണല്ലോ. അപ്പം എന്താ മറുപടി പറഞ്ഞേ? ഈ കിതാബിനെതിരിൽ, ഈ നിയമത്തിനെതിരിൽ, കിതാബിയൽ ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് വാക്യത്ത് തെളിവിന് പറ്റൂലാന്ന്. അതാണ് ഞങ്ങളിവിടെ പറയണ്ടേ. എനിക്ക് മനസ്സിലാവില്ലേ? ഞങ്ങളെ പരമ്പര പൊട്ടിക്കാനൊന്നും എനിക്ക് കഴിയില്ല, മനസ്സിലാക്കിക്കോ. ഞാൻ സമസ്തൻ്റെ ഉലമാ കൊടുത്ത ഫത്വ, ആ ഫത്വക്ക് തിരിച്ച് വാക്യത്ത് കൊടുന്നാൽ ആ വാക്യത്തിന് പല ഇഹ്തിമാലുണ്ടാവും. അതോടുകൂടി എന്തായി? അത് പൊളിഞ്ഞു. ഈ സംസുലമ പോയി എന്ന് പറഞ്ഞാലും ആര് പോയി എന്ന് പറഞ്ഞ സംഭവം കൊടുന്നാലും പൊട്ടിക്കാൻ കഴിയില്ല. പിന്നെ ഇത് കൊടുന്നത് എന്താ? ഉമർ മുതുവായിൻ്റെ ബുക്കിന് ആര് അവതാരിക എഴുതി? ഹൈദരലി തങ്ങൾ. ആ ഹൈദരലി തങ്ങളെല്ലാം ഈ കരുവള്ളി മരിച്ചപ്പം ചന്ദ്രകിൽ അതേമാതിരി എഴുതിയത്. അതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഹൈദരലി തങ്ങൾ കരുവള്ളി മരിച്ചപ്പം ചന്ദ്രകിൽ എഴുതില്ലേ? മൂപ്പരെ പറ്റി മഹത്വം, മൂപ്പര മൗലൂദ് എഴുതില്ലേ? അതുകൊണ്ട് കരുവള്ളി എന്നാവുമോ? അതുകൊണ്ട് സമസ്തൻ്റെ ഉലമാ മുമ്പ് എടുത്ത ഫത്വ വാബികൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാത്തിലാവുമോ? അത്ര ഞങ്ങളതിനെ കാണുന്നുള്ളൂ. എൻ്റെ ക്ലിപ്പ് ഇട്ട് തന്നെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ കരുവള്ളി മരിച്ചപ്പം ഹൈദരലി തങ്ങൾ ലേഖനം എഴുതിയല്ലോ ചന്ദ്രകിൽ, ആ ലേഖനം പൊക്കിപ്പിടിച്ച് ഹൈദരലി തങ്ങളോട് പറയണില്ലേ? അതേ ഹൈദരലി തങ്ങൾ ഇത് എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ ഒരു വഹാബി കൊണ്ടുവരാണ്. എന്ത്? ഒരു വഹാബി കൊണ്ടുവരാണ്, ആ ഞങ്ങളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് സമസ്തൻ്റെ ഫത്വ ഉണ്ടല്ലോ, ആ സമസ്തൻ്റെ വൈസ് പ്രസിഡന്റിനെ നിസ്കരിച്ചല്ലോ, അതുകൊണ്ട് എന്തായി? ആ ഫത്വ ദുർബലപ്പെട്ടു. കൊണ്ടുവരാൻ പറ്റുമോ? അതേമാതിരി തന്നെ ഞങ്ങൾ ഇത് മനസ്സിലാക്കിക്കോ. ഇത് കൊടുന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. എൻ്റെ ക്ലിപ്പൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഇജ്ജന്നെ മറുപടി പറഞ്ഞു ഞങ്ങായി. അതേ ചില സംഭവങ്ങൾ നേരത്തെ പറഞ്ഞു. ഒരു മസ്അല പറയുന്നിടത്ത് ശരിക്കും മനസ്സിലാക്കണം, ഇത് ഒരു ആവേശം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മസ്അല പറയുന്നിടത്ത് ഒരിക്കലും സംഭവങ്ങൾ പറയാനേ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഇമാമിനെയാണ് ചെയ്തിട്ട്, എന്നാ തന്നെ ആ ചെയ്തതിനെയല്ല പരിഗണിക്കാം, മൂപ്പര് പറഞ്ഞതിനെയാ പരിഗണിക്കാം. അതാ നിയമം. എന്തുകൊണ്ട് പറയുന്നു? ഇതിൽ ഒരു പ്രവർത്തനം അതിനെന്തെങ്കിലും ഒരു സാധ്യത വന്നാൽ പിന്നെ അത് തെളിവാവൂല. അപ്പൊ ഒരു ഇമാമ് പോകാൻ പാടില്ല എന്ന് മൂപ്പര് എഴുതി, പോയി എന്ന് മൂപ്പരെ ചരിത്രത്തിൽ കണ്ടു. അപ്പോൾ ഒരു സാധ്യത വരികയാണെന്ത്? ഈ ഇമാമിന് അറിയൂല, തെളിവാവൂല. ആ സാധ്യത വന്നതോടെ തെളിവ് പോയി. ആ സംഭവങ്ങൾ പറയാനേ പാടില്ല. ഇതാണ് നിയമം. അതെല്ലാ സ്ഥലത്തും അതിനൊരു ദലീലില്ല, സാധ്യത വന്നാലെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞതാണ്. ഈ ഉസൂല് ഇതിപ്പോ ഈ പറഞ്ഞ ഉസൂലുണ്ടല്ലോ, ഈ ഉസൂൽ അങ്ങോട്ടും വെക്ക്, സ്വതക്കത്തുള്ളവർ പോയിക്കും വെക്ക്, അത് സംഭവമാണല്ലോ, അത് വാക്കിയത്തല്ലോ. കാരണം സമസ്തന്റെ ഉലമാവ് സ്വതക്കത്തുള്ള മുസ്ലിയാരെയും മുമ്പുള്ള ഉലമാവ് അവരെക്കാൾ ഉയർന്ന ഉലമാക്കൾ കൊടുത്ത ഫത്വ,
ആ ഫത്വക്കെതിരെ സദഖത്തുൽ ഉസ്താദ് പോയി എന്ന് പറഞ്ഞ ആ വാക്യത്ത് തെളിവിന് പറ്റൂല. കാരണം സദഖത്തുൽ പോയി അതിൽ പല ഇഹ്തിമാലുണ്ടാവും. എന്തെങ്കിലും ഇഹ്തിമാൽ അവിടെ കടന്നു വന്നാൽ അത് ദുർബലപ്പെട്ടു. പല ഇഹ്തിമാലുണ്ടാവും കുട്ടിക്കോ. അപ്പോൾ നമ്മൾ വിശദീകരിക്കണില്ല. ചിലപ്പോൾ കുടുങ്ങുമ്പോൾ എല്ലാവരും കയറിയതേക്കാരം, ചിലപ്പോൾ അറിയാതെ കയറിയതേക്കാരം. പല ഇഹ്തിമാലിനും അവിടെ സാധ്യതയുണ്ട്. ചിലപ്പോൾ സമസ്തന്റെ ഉലമാ കൊടുത്ത ഫത്വയെ പറ്റി സദഖത്തുൽ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പല ഇഹ്തിമാലിനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി എന്തായി, അത് പൊളിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ വാക്യത്തിൽ ഏത് കൊടുത്തിട്ടും കാര്യമില്ല. ജി പഠിപ്പിച്ച ഉസൂലാണ്ട് വെച്ചെടുത്താൽ അത് പൊട്ടി പാളിസായി, ഒരു തർക്കമില്ല. കാരണം ഒരു മസല പറഞ്ഞാൽ, ഒരു ഫത്വ പറഞ്ഞാൽ അതിനെതിരെ വാക്യത്ത് പറ്റൂല. വാക്യത്തിന് പല ഇഹ്തിമാലും വരും ജനനെ പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞല്ലോ വാക്യത്ത്, അതൊക്കെ ജിമിലയുടെ കിയാസാക്കിക്കളെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. ഞാൻ എൻ്റെ ഹൈദരലി തങ്ങളെ അവതാരിക വായിക്കുന്നുണ്ട്. ആ അവതാരികൻ്റെ പോലെ ഞാൻ കാണിച്ചിട്ടാണ്. അതിന് എത്ര നിലയും വരെ ഉണ്ട്. ഇനി എൻ്റെ ക്ലിപ്പ് കൊണ്ട് ഞങ്ങൾ അത് ബാത്തിലാക്കും. കാരണം ഹൈദരലി തങ്ങൾ ഇവിടെ കരുവള്ളി മരിച്ചപ്പോഴും വലിയ മൗലൂദ് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമസ്തന്റെ മുൻകാലത്തുള്ള ആലിമ്യങ്ങൾ കൊടുത്ത 10 വല്ലാതാകുമോ? അതേപോലെ തന്നെ ഇതും ഹൈദരലി തങ്ങൾ ഈ കൊണ്ടൂരി തങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും മുൻകാലത്തുള്ള ആലിമ്യങ്ങളെ ഫത്വ ദുർബലപ്പെടുത്താനല്ലേ പിന്നെ ഹൈദരലി തങ്ങളെ കൊടുന്നത്. അങ്ങനെയാണെങ്കിൽ വഹാബി തീർത്തുകൊണ്ടിരാണെങ്കിലോ, ഈ ഹൈദരലി തങ്ങളെ ഈ കരുവള്ളിനെ പറ്റി പറഞ്ഞ ഈ വിഷയം എടുത്തുകൊണ്ടിരാണെങ്കിലോ. അങ്ങനെ സമസ്തന്റെ ആലിമ്യങ്ങൾക്ക് എല്ലാ സംശയം അടക്കമുള്ള എല്ലാവരും പറഞ്ഞല്ലോ വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അത് ഇജും പറഞ്ഞിരുന്നില്ല ഇവിടെ. അപ്പം വഹാബി കൊണ്ടുവരാണ്, അനക്കെതിരെ തന്നെ കൊണ്ടുവരാന്ന് വെച്ചോ. ഈ സമസ്തന്റെ സംസുലമന്റെ ഫത്വ പറയുമ്പം ആ സംസുലമൻ സെക്രട്ടറി, ഇപ്പോഴത്തെ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ഇതാ പറയുന്നു കരുവള്ളിനെ പറ്റി, കരുവള്ളിക്ക് മയ്യത്ത് നിസ്കരിച്ചു, അതോടുകൂടി എന്തായി, ആ ഫത്വ ബാത്തിലായി. എൻ്റെ ഉസൂൽ വെച്ച് അതും പറയേണ്ടി വരും. മുന്നിവിടെ നിൽക്കൂലത്. അഞ്ച് പറയും ഹൈദരലി തങ്ങളെ ഫത്വ വായിക്ക്, ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കോലം എത്രത്തോളം അതിന് ഒരു ഇതുണ്ട് നോക്കുക നമ്മൾ.